പത്മാവതി, നീ ഒന്ന് സമാധാനപ്പെട്. നമ്മുടെ മക്കൾ ചിരിച്ച് സന്തോഷമായി കഴിയുന്നത് നിനക്കിഷ്ടമല്ലേ? ഞാനൊന്നും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഈ വീടിനെ ഒരു ഹോട്ടലോ നൃത്തശാലയോ ആക്കി മാറ്റാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതും ആയിക്കോട്ടെ. നിങ്ങളുടെ ചിട്ടവും ശീലങ്ങളും നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പത്മാവതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ എന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുവരെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാം നടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇന്നുവരെ ഈ വീടിനെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമായിരുന്നു. പക്ഷെ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു. ഇന്നിവിടെ നടന്ന സംഭവം എന്നോടുള്ള തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നല്ലോ. അതിന് പകരം ഞാനില്ലാത്തപ്പോൾ നമ്മുടെ വീട് ഇത്ര അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇത്രയും കർശനമായിരുന്നില്ലെങ്കിൽ രോഗിയെ നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സദാസമയം ക്ലബും ചീട്ടുകളുമായി ജീവിതം നശിപ്പിക്കുമായിരുന്നു. നീ ഒരു ഡോക്ടർ ആവില്ലായിരുന്നു. ദാ ഇവൻ പഠിപ്പ് നിർത്തി സിനിമാ ഭ്രാന്ത് പിടിച്ച് എവിടെയെങ്കിലും അലിഞ്ഞു തിരിയുമായിരുന്നു. ഞാനിങ്ങനെ കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനെങ്കിലും നിങ്ങൾ എല്ലാവരും ആ ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നത്. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് നന്ദിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് തോന്നിയത് അതെല്ലാം ഒരു അടിമത്തമായിട്ടാണ്. ആ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. മമ്മി, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. മറ്റന്നാൾ നിങ്ങളുടെ അമ്മാവിന്റെ മകൻ ജയദേവന്റെ വിവാഹമാണ്. ഞാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, പോകാതിരിക്കാം. ആന്റി, മോളോട് ദേഷ്യാണോ? മോളിനൊരു തെറ്റും ചെയ്യില്ല. മുത്തശ്ശി മോളോട് പിണങ്ങരുത്. വിഷമിക്കാതിരിക്കും മഞ്ജു, എല്ലാം ശരിയാകും. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. നോ, മഞ്ജു ഇവിടുന്ന് പോകരുത്. മഞ്ജു ഇല്ലാതെ എനിക്ക്... ഇല്ല രവി, ആന്റി ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അഥവാ മമ്മി സമ്മതിച്ചില്ലെങ്കിലും മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കും. നാളെ ഞങ്ങളെല്ലാം അമ്മാവന്റെ മകന്റെ വിവാഹത്തിന് കണ്ണൂർക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മമ്മിയുമായി എല്ലാം സംസാരിച്ച് ശരിപ്പെടുത്താം. ഞാൻ വരുന്നതുവരെ മഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം. വരട്ടെ ഡാഡി. ശരി.
ഡാഡി പോയിച്ചു വരട്ടെ ഡാഡി. പോയിട്ട് വരട്ടെ. വരട്ടെ ഡാഡി. ശരി, പോയിട്ട് വരൂ. എടോ ഗേൾഫ്രണ്ടേ, തനിക്ക് എന്ത് പറ്റിയിടോ? ദേ, എനിക്ക് ഈ കണ്ണീര് കാണുന്ന ഒട്ടും ഇഷ്ടമല്ല. ആന്റിയോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ യാത്ര അയക്കാൻ പോലും ആന്റി വരാതിരുന്നത്. മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. മോളൊരു കാര്യം ചെയ്യും, മോൾ ആന്റിയുടെ അടുത്ത് ചെന്ന് നിന്റെ മധുരമുള്ള സ്വരത്തിൽ ഒരു 2 ഡയലോഗ് ആക്കിയാൽ മതി, എല്ലാം ശരിയാവും. ബാക്കി കാര്യം ദേ ഈ ബോയ് ഫ്രണ്ട് ഏറ്റു. ചെല്ലു മോളെ. ആന്റി, എന്നോട് ക്ഷമിക്കൂ ആന്റി. ഇന്നലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനാണ്. ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിനുള്ള ഉത്തരവാദി ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമാണ്. അതിഥികളായി വരുന്നവർക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഞാനിപ്പോ സമ്മതിക്കുന്നില്ല. ആന്റി, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ ആന്റി. എന്താ ഇത്? മഞ്ജു മുറിയിലേക്ക് പോയിക്കോളൂ. മക്കളൊക്കെ പോയപ്പോ വീട് ഉറങ്ങിയതുപോലെയായി അല്ലേ പത്മാവതി? അവരെല്ലാവരും കൂടെ ഉറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു പ്രയാസം. മനസ്സിന് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരോരോരുത്തര് അവരവരുടെ കാര്യങ്ങൾ നോക്കി വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാവില്ലെന്ന് വരും. നീ എന്താ പത്മാവതി പറയുന്നത്? സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അവർ കുട്ടികളല്ലേ, പക്വതയും വിവരമുള്ള നമ്മളല്ലേ അതൊക്കെ ക്ഷമിക്കേണ്ടത്. നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. കഴിഞ്ഞതൊന്നും